ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിൽ ദൈവരാജ്യത്തിൻ്റെ വിധി ചുമക്കുന്ന അഭിഷിക്തനായ കർത്തൃദാസൻ സഭയുടെ ശുശ്രൂഷകൻ സോജൻ പാസ്റ്ററും തന്നോടൊപ്പം കർത്തൃവേലയിൽ അത്യന്തം അധ്വാനം ചെയ്യുന്ന തൻ്റെ പ്രായത്തിൻ്റെ അധ്വാനങ്ങളെ വേദിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടിയൊക്കെ കർത്താവിന് വേണ്ടിയും ഈ ദേശത്ത് അത്യധ്വാനം ചെയ്യുന്ന കർത്തൃദാസന്മാർ, ശ്രേഷ്ഠ ദൈവദാസന്മാർ, അതോടൊപ്പം തന്നെ ഈ സഭയിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിനു വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ ജാഗരൂകരായി പ്രാർത്ഥനയുടെ കണ്ണുകളെ ഭേദിച്ചുകൊണ്ട് കണ്ണുനീരോടും ആർപ്പോടും തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആയിരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ, സഭയ്ക്ക് വേണ്ടിയും ദേശത്തിനു വേണ്ടിയും കർത്താവിന് വേണ്ടിയൊക്കെയും അത്യന്തം അധ്വാനം ചെയ്യുവാനൊക്കെയും സഭയുടെ ചങ്കായും ചങ്കെടുപ്പായും കൂടെ നയിക്കുന്ന യൗവനക്കാർ, ചെറുപ്പക്കാരികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ കുഞ്ഞുങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ വളർന്നു വരുന്ന അസറ്റ്, സഭയുടെ അസറ്റായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പകർക്കാൻ ഈ സഭയിലായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യമായിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇനി ഞാൻ സാക്ഷ്യത്തിലേക്കൊന്നും കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകർക്കാനും ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു കാര്യം പറയാം. ഞാൻ ശുശ്രൂഷകൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഒരു 7, 8, 9 സഭകൾ ഞങ്ങൾക്ക് ഫെയ്ത്ത് ഹോമിൽ താമസിച്ചുകൊണ്ട് ആരാധനയിൽ പല സഭകളിൽ ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ആരാധന കൂടിയിട്ടുണ്ട്. അവിടെയൊന്നും ലഭിക്കാത്ത, അല്ലെങ്കിൽ ചില സഭകളിലൊന്നും ലഭിക്കാത്ത ഒരു ആത്മസന്തോഷം ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ കൂടുമ്പോൾ എനിക്ക് ലഭിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. അത് എല്ലാ സഭകളിലും കിട്ടുന്നില്ല. ഇന്ന് പകൽക്കാലം ഇന്നത് ഈ സഭയിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ കർത്താവ് വലിയൊരു ഭാഗ്യത്തെ ലഭിച്ചു. ദേവദാസന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. ഇടയ്ക്കൊക്കെ പാസ്റ്ററിലേക്ക് വോയിസ് മെസ്സേജൊക്കെ അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. ഞങ്ങളുടെ സഭയിൽ നിന്നും ലഭിക്കാത്ത ഒരു പരിഗണന എനിക്ക് ഈ ദേവദാസങ്ങളിൽ നിന്നും ലഭിക്കാറുണ്ട്. അതിന് ഞാൻ ദേവദാസനോട്, കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയുന്ന പരിചയപ്പെട്ട നാൾ മുതൽ ഇത്രത്തോളം ദൈവസ്നേഹത്തിലായിരിക്കാൻ കർത്താവ് അടിയങ്ങൾക്ക് ഭാഗ്യത്തെ ലഭിച്ചു. നന്ദി പറയാം, സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വൈഫ് സുചിത പറഞ്ഞതുപോലെ ഞങ്ങൾ വെള്ളിയാഴ്ച തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ ബന്ധത്തിൽ അവിടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ വിനീതമായിട്ട് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ മുഖവര വാക്കുകൾ കൂടാതെ ഞാൻ എൻ്റെ ദൈവവചനത്തിലേക്ക് അല്പ നിമിഷങ്ങൾ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദേവദാസൻ എനിക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് 2 മിനിറ്റ് മുമ്പെങ്കിലും നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിനക്ക് എവിടെയെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ നീ 2 മിനിറ്റ് മുന്നേ നിർത്തിക്കണം. കാരണം നീ പിന്നീട് എപ്പോഴെങ്കിലും അവിടെ ചെന്നാൽ നിനക്ക് പിന്നെ അവസരം കിട്ടും, അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ആ പ്രദേശത്ത് നോക്കുകയേ വേണ്ട. ഒരു നാളുകളിൽ വരുമ്പോൾ ദൈവം സംസാരിക്കാൻ കർത്താവിന് അവസരം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അർപ്പിച്ച നിമിഷങ്ങൾ ഇരിക്കുന്നത് തികച്ചും ഞാൻ വളരെ സന്തോഷത്തോടെ, ആത്മാവിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു. വായിക്കാൻ നമുക്ക് റോമാൻ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 24-ാം വാക്യം കൂടെ വായിച്ചത്. ഈ വേദഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ദിവസം എന്നോട് പറഞ്ഞ് അല്പം ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ അല്പം ചില നിമിഷങ്ങൾ ഞാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എനിക്ക് ലഭിച്ച ഒരു വാക്യമാണ് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി നാം ക്ഷമയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു പദമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുവാനിടയാണ്. ക്ഷമയോടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവമക്കൾക്ക് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ എന്താണ് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം നമുക്കറിയാം. ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച, അല്ലെങ്കിൽ ആ ഫോണൊക്കെ യൂസ് ചെയ്ത ഒരു കാലഘട്ടം നമുക്കത് 2Gയുടെ കാലഘട്ടമായിരുന്നു. 2nd ജനറേഷൻ അല്ലെങ്കിൽ 2Gയുടെ ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആയിരുന്നു ഫേസ്ബുക്കൊക്കെ.
അതിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അന്ന് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം അത് 2G ആകുമ്പോൾ ഭയങ്കര സ്ലോ ആണ്. 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കാണണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വേണ്ടി എന്തെങ്കിലും അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അന്ന് ഭയങ്കര ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്തു, കാത്തിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും പറയേണ്ട കാര്യമില്ല. അത് തൊട്ടെന്ത് ചെയ്യും, 1 മിനിറ്റിൻ്റെ വീഡിയോ 10 സെക്കൻഡ് കൊണ്ട് തീരത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അന്നത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. പല വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ മുറയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ട്. പലപ്പോഴും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മറുപടിയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിക്കുന്ന വിഷയങ്ങൾക്ക് ഭയങ്കര മധുരമായിരിക്കും. നമ്മൾ ഏത് വിഷയമായിട്ടാണ് പെട്ടെന്ന് കിട്ടുന്ന മറുപടിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു മധുരം അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നാൻ സാധ്യതയില്ല. എങ്കിലും നമ്മൾ ക്ഷമയോടെ ചില നാളുകൾ, ചില വർഷങ്ങൾ, ചില മാസങ്ങൾ കാത്തിരുന്ന് നമുക്ക് ലഭിക്കുന്ന മറുപടികൾക്ക് അതിന് പ്രത്യേക സന്തോഷം തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തൻ്റെ ജനനത്തിനൊക്കെ ശേഷം 12-ാം വയസ്സിൽ പെരുന്നാൾ അല്ലെങ്കിൽ തൻ്റെ പെരുന്നാൾ കൂടാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നുപോയി. യേശുവിന്റെ ദേവാലയത്തിലേക്ക് കടന്നു പോകാനായി. അതിനുശേഷം കർത്താവിനെ അവിടെ വെച്ച് കാണാതെയൊക്കെയായി. തൻ്റെ മാതാപിതാക്കൾ അന്വേഷിച്ച് വീണ്ടും കണ്ടുപിടിച്ച് എന്ത് ചെയ്തു, ഭവനത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ദേവാലയത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അവിടെയുള്ള യഹൂദ പ്രമാണിമാരോടൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവർ സംവാദിച്ചു കൊണ്ടിരുന്നു. അവർ കർത്താവിനോട്ട് വാക്ക് തർക്കങ്ങളല്ല, അവരുമായിട്ട് എന്ത് ചെയ്തു, നല്ല ചർച്ചകൾ അവിടെ വഴിയെടുക്കാനിടയിൽ. അതിനുശേഷം യേശുവിനെ കാണുന്നത് 30-ാമത്തെ വയസ്സിലാണ് നമ്മൾ കാണാനിടയാണ്. തൻ്റെ സ്നാന സമയത്തുള്ള ബന്ധത്തിൽ അതുവരെ കർത്താവ് എന്ത് ചെയ്തു, തൻ്റെ ഭവനത്തിൽ തൻ്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത്രയും ജ്ഞാനവും നല്ല ആത്മീയതയും രീതിയിൽ നമ്മൾ ഒരു കുഞ്ഞ് വാക്യം വായിച്ചവൻ വളർന്നു ആത്മാവിൽ ബലപ്പെട്ട് അതുപോലെയായിരുന്നു അവൻ്റെ ജീവിതം. കർത്താവിൻ്റെ ജീവിതം തന്നെ തലമുറ അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ വളരെ നല്ല രീതിയിൽ തൻ്റെ ഭവനത്തിൽ തൻ്റെ പ്രിയ മാതാപിതാക്കളോടൊപ്പം ചെലവഴിപ്പാനിടയായി. ഒരുപക്ഷെ അവൻ പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും പല കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം തൻ്റെ ജീവിതത്തിൽ ഏകദേശം 18 വർഷത്തോളം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊന്നും എന്ത് ചെയ്തില്ല, കർത്താവ് പുറത്തിറങ്ങി സുവിശേഷ വേല ചെയ്തതായിട്ട് ഒന്നും കാണുന്നില്ല. കാരണം എന്ത് ചെയ്തു, താൻ ക്ഷമയോടെ എന്ത് ചെയ്തു, കാത്തിരിക്കുവാനിടയിൽ 30-ാം വയസ്സ് വരുത്താൻ ദൈവത്തിന്റെ ഒരു വിളി ലഭിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ആ വിളി ലഭിക്കത്തക്ക വിധത്തിൽ താൻ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ അവിടെ കാത്തിരിപ്പാനിടയായി. ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ 12-ാം വയസ്സിൽ ഒരു അഭിഷേകം പ്രാപിച്ച ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ദൈവവചനത്തിൽ സംസാരിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യും, ഓടി നടന്ന് പരിശോധന നടത്തി, അല്ലെ, ഓടി നടന്ന് പരിശോധന നടത്തി കൺവെൻഷൻ വേദികൾ കയറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സഭയിൽ ശുശ്രൂഷിക്കും, മറ്റു സഭകളൊക്കെ. എന്നാൽ അതൊന്നും ചെയ്തില്ല കർത്താവ് ഒന്നും ചെയ്യാതെ തന്നെ 30-ാമത്തെ വയസ്സ് വരെ എന്ത് ചെയ്തു, താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ആ ഒരു ക്ഷമയോടെ കാത്തിരിക്കാനുള്ള അനുഭവം, ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈസ്റ്ററാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾ എന്ത് ചെയ്തു, ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരൊക്കെ നോമ്പ് നോറ്റിങ്ങനെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ഇന്നൊരു ദിവസത്തിന് വേണ്ടിയാ. ദിവസത്തിന്റെ പ്രത്യേകത ഈസ്റ്റർ ആണെങ്കിലും അവരുടെ സന്തോഷം എന്താണ്? മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്താണെന്നുള്ളത്. എന്നാൽ ഇന്ന് അവർക്ക് അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അവർക്ക് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിനൊക്കെ ആ ഒരു കാത്തിരിപ്പല്ല നമുക്ക് വേണ്ടത്. ക്ഷമയോടെ ദൈവസന്നിധിയിൽ പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു കാത്തിരിപ്പ് നമുക്ക് ഉണ്ടാകുവാനിടയാകട്ടെ. നമുക്കൊരു വാക്യങ്ങൾ വായിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലുള്ള ജനങ്ങൾക്ക് എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. അതിന്റെ 4-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വായിച്ചു തുടങ്ങുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധരായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. താൻ കർത്തൃവേലയിൽ അത്യുദ്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസ് ഇപ്രകാരം ജനങ്ങൾക്ക്, ഞാൻ കർത്തൃസേവയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും
ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും പ്രൈസ് ലോർഡ് അവര് സഭയോട് അല്ലെങ്കിൽ ആ ദേശത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയണം, നിങ്ങൾക്ക് എന്ത് വേണം? ദീർഘക്ഷമ ഉണ്ടാവും. ഏറ്റവും ആത്മാവിന്റെ നല്ല ഫലങ്ങളൊന്നാണ് എന്ത്? ദീർഘക്ഷമ. കർത്താവിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് അഭിപ്രായമാണ് ദീർഘക്ഷമയും മഹാദേവിയുള്ളവൻ തന്നെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദീർഘക്ഷമയും വേണം. ഈ ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് മറ്റൊരു പദം കൂടിയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമ്മളെ ഇന്ന് പകൽക്കാലം എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കും? നമുക്ക് സാധിക്കുമോ? പൂർണ്ണ വിനയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുമോ? പൂർണ്ണ സ്നേഹത്തോടുകൂടി നമുക്ക് ഇരിക്കാൻ സാധിക്കുമോ? അതിൽ ആത്മാവിന്റെ ഐക്യത അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ വിശ്വാസികളോടും നമ്മുടെ കൂട്ടുവിശ്വാസികളോടൊക്കെയും ആത്മാവിലുള്ള ഒരു ഐക്യതയും ദീർഘക്ഷമയും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവണം? അവരോട് കാണിപ്പാനുള്ള മനോഭാവം ഇന്ന് പകൽക്കാലം നമുക്കുണ്ടാകണം. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യമല്ല, ഞങ്ങളുടെ കോട്ടയത്ത് ഒരു അച്ഛന് ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു തേയില കമ്പനിയിലെ ഒരു വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം തൻ്റെ റിട്ടയർമെന്റ് സമയത്ത് 57 വയസ്സിൽ തന്നെ റിട്ടയർ ആയ സമയത്ത് അതിനുശേഷം ഒരു 2 വർഷം കൂടെ ആ കമ്പനി ജോലി ചെയ്യാനായിട്ട് വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ ജോലി ചെയ്ത് 2 വർഷം കൂടെ ജോലി ചെയ്ത് 59-ാമത്തെ വയസ്സിലെങ്ങാണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് സാക്ഷ്യം. അദ്ദേഹം റിട്ടയർ ആകാനൊന്നും സഭയെ പറഞ്ഞില്ല. അതിനുശേഷം 2 വർഷം കൂടെ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കഴിഞ്ഞ 30 വർഷം 35 വർഷമായിട്ട് ഞാൻ ഈ ലോകത്തിന് വേണ്ടി ഞാൻ ഓടി, പണത്തിന് വേണ്ടി ഓടി, ഇത്ര നാളും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഓടി അധ്വാനം ചെയ്തു, എൻ്റെ ശാരീരികം മുഴുവൻ ഞാൻ അധ്വാനം ചെയ്തു. ഞാൻ ഇപ്പോൾ ക്ഷീണിതനാണ്, പ്രയാസമുള്ളവനാണ്, ആരോഗ്യമില്ലാത്തവനായി തീർന്നിരിക്കുകയാണ്. ഇത്ര നാളും ഞാൻ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്, ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ വിളിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് 58-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമാണ് അദ്ദേഹത്തിന് കർത്താവിന്റെ വിളി ലഭിച്ചത്. പ്രൈസ് ലോർഡ്. എന്നാൽ പലർക്കും വളരെ ചിരിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ ഇത്രയും നാളത്തെ ആരോഗ്യമുള്ള കാലത്തോളം കർത്താവിന് വേണ്ടി ഓടുവാൻ സാധിക്കാതെ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഓടാതെ, ദൈവവേലയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ തന്റെ റിട്ടയർമെന്റ് തന്റെ എല്ലാ വരവുകളെല്ലാം നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? കർത്താവിന് വേണ്ടിയുള്ള വിളിയൊക്കെ താൻ സ്വയം ഉണ്ടാക്കി എടുക്കുന്നത്. അദ്ദേഹം ഒരു പാസ്റ്റർ എന്ന് പറയുന്നു, എനിക്കറിയുന്നില്ല. പ്രൈസ് ലോർഡ്. അതുപോലെയുള്ള ഒരു ദീർഘക്ഷമ അല്ലെങ്കിൽ ക്ഷമയോട് കാത്തിരിക്കാനുള്ള മനോഭാവം അല്ല നമുക്ക് വേണ്ടത്. ദൈവം നമ്മെ വിളിക്കുന്ന വിളിക്കൊത്തവണ്ണമുള്ള ആ ഒരു ക്ഷമയും കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാണ്. പ്രൈസ് ലോർഡ്. പഴയ നിയമത്തിൽ നിന്ന് 1-2 പേരുടെ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. നമുക്കറിയാം യാക്കോബിന്റെ കാലം അല്ലെങ്കിൽ ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ ആ കഥയിലേക്ക് ഒന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യാക്കോബ് റാഹേലിന് വേണ്ടി എത്ര കാലം കാത്തിരുന്നു? 7 വർഷം. അതിനു മുമ്പ് എന്ത് ചെയ്തു? ലേയ്ക്ക് വേണ്ടി വീണ്ടും 7 വർഷം കാത്തിരുന്നു. അങ്ങനെ മൊത്തം റാഹേലിന് വേണ്ടി എത്ര വർഷം കാത്തിരുന്നു? 14 വർഷം എന്ത് ചെയ്തു? കാത്തിരുന്നു. നമുക്കറിയാം യാക്കോബ് തന്റെ പിതാവിൻ ഇസ്ഹാക്കിൽ നിന്ന് തന്റെ ജ്യേഷ്ഠാവകാശമൊക്കെയും അടിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? നാട് വിട്ട് ലാബാന്റെ അടുക്കിലേക്ക് ഓടി വന്നു. അവിടെ താൻ ആടുകളെ മേയിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, ഭവനത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയും സന്തോഷത്തോടെയൊക്കെ ആയിരുന്നു. എങ്കിലും താൻ സ്നേഹിച്ചത് താൻ ആരെയായിരുന്നു? റാഹേലിനെയായിരുന്നു. പ്രൈസ് ലോർഡ്. ആ റാഹേലിന് വേണ്ടി അവൻ എത്രയാണ് 14 വർഷത്തോളം ആദ്യം തന്റെ അമ്മായിപ്പൻ അല്ലെങ്കിൽ റാഹേലിന്റെ പിതാവ് എന്ത് ചെയ്തു? ലാബാൻ എന്ത് ചെയ്തു? തന്നെ പറ്റിച്ചുവെങ്കിലും താൻ വീണ്ടും എന്ത് ചെയ്തു? ക്ഷമയോടെ കാത്തിരുന്നു. താൻ ആഗ്രഹിച്ചത് തന്റെ ഹിതത്തിന്, തന്റെ യോഗ്യതയ്ക്കൊത്തോണം, തന്റെ ലൈഫിൽ തനിക്ക് പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ ചേരുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം ക്ഷമയോടെ കാത്തിരുന്നു. പ്രൈസ് ലോർഡ്. ഈ വിഷയത്തിൽ നമുക്ക് യാക്കോബിനെ മാതൃകയാക്കാൻ പറ്റും. പ്രൈസ് ലോർഡ്. 14 വർഷമാണ് എന്ത് ചെയ്തത്? താൻ റാഹേലിന് വേണ്ടി കാത്തിരുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് ലഭിക്കും നല്ലൊരു തുണയ ദൈവത്തെയും നമുക്ക് ലഭിക്കും. യാക്കോബിന്റെ കാര്യത്തിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും യാക്കോബിനെ നമുക്ക് മാതൃകയാക്കാം. ഏത് വിഷയത്തില? കാത്തിരിക്കുന്ന കാര്യത്തിൽ. അല്ലാതെ യാക്കോബ് 2 കെട്ടിയതുപോലെ 2 കെട്ടാന്നുള്ളൊരു പ്രതീക്ഷ ഒന്നും വെക്കണ്ട കേട്ടോ. അതൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ അപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളാണ്. പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്ന് പകർക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ക്ഷമയോടെ
കാത്തിരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുവാനിടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 1 വാക്യം കൂടെ ഒന്ന് വായിക്കുവാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. 2 സംവത്സരത്തിന് ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടതെന്നാൽ, എന്താ നമുക്കറിയാം സംഭവങ്ങൾ. യോസെഫിന്റെ ഒരു കാലമാണ്. യോസെഫ് തന്റെ പിതാവിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങളെ കാണുവാനായിട്ട്, ആടുകളെ മേയ്ക്കുന്ന തന്റെ സഹോദരങ്ങളെ കാണുവാനായിട്ട് അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? സഹോദരങ്ങൾ അവനെ പിടിച്ച് പൊട്ടക്കണ്ടെത്തിയിട്ട് അവിടെ വെച്ച് തന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? അവനെ പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് അവനെ അടിമയായിട്ട് വിറ്റു. അവിടെ ചില വർഷങ്ങൾ അവനോടെ താമസിച്ചു. എന്ത് ചെയ്തു? അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം യോസഫ് എന്ത് ചെയ്തില്ല? താൻ സ്നേഹിച്ച അല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന ദൈവത്തെ എന്ത് ചെയ്തില്ല? അവിടെ വെച്ച് മറന്നില്ല. മറക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതൊന്നും തൻ്റെ ജീവിതത്തിലേക്ക് പകർത്ത ദൈവസ്നേഹത്തിൽ ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന ഒരു യോസെഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ വെച്ച് ചില പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം താൻ എന്ത് ചെയ്തു? തന്നെ ജയിലിൽ അടച്ചു. ആ ജയിലിൽ അടച്ചപ്പോൾ യോസെഫിന് അവിടെ വെച്ച് 2 ദിവസം തൻ്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനായിട്ട്, ആരൊക്കെയാണ്? പാനപാത്രവാഹനും അപ്പം പ്രമാണി. അവരെ 2 പേരെയും പരിചയപ്പെട്ടു. അവർ തന്റെ സ്വപ്നങ്ങളൊക്കെ കണ്ട് അവർക്ക് അതിനുള്ള വ്യാഖ്യാനമൊക്കെ കൊടുത്തു. ആ കൊടുത്തപ്പോഴത്തേക്ക് യോസെഫ് പാനപാത്രവാഹനോട് പറഞ്ഞ്, ഈ രക്ഷപ്പെട്ട് രാജ്യസന്നിധിയിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ ഓർക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓർക്കുവാനായിട്ട് പലരോടും, നമ്മളെ MP-മാരോടും MLA-മാരോടും ഒക്കെ നമ്മൾ പല അപേക്ഷകളും പല നിവേദനങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ അവരതെല്ലാം കീറി ചവിട്ടുകൊട്ടയിടാം. എന്നാൽ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് അതിനൊരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കും. ദൈവം കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യോസെഫ് എന്ത് ചെയ്തു? അവരെ സംഭവങ്ങൾ കഴിഞ്ഞ് മറ്റേ അവൻ രക്ഷപ്പെട്ടു, രാജസന്നിധിയിലെത്തി. മറ്റേ ആൾ എന്ത് ചെയ്തു? തലവെട്ടി പുള്ളി മരിച്ചു. അതിനുശേഷം പാനപാത്രവാഹകൻ എന്ത് ചെയ്തില്ല? യോസെഫിനെ ഓർക്കാതെ താൻ എന്ത് ചെയ്തു? വീണ്ടും ജയിലിൽ ചില നാളുകൾ കിടപ്പാനായിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് രാജാവ് താൻ എന്ത് ചെയ്തു? സ്വപ്നം കാണാനായിട്ട്. സ്വപ്നം ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്വപ്നത്തിന് ഒരു അർത്ഥം നൽകുവാൻ ആ കൊട്ടാരത്തിലുള്ള ആർക്കും അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ആർക്കും എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. അപ്പോഴാണ് പാനപാത്രവാഹകൻ യോസെഫിനെ ഓർക്കുവാനിടയായിട്ട്. ചില നാളുകൾ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിലുള്ളവർ, നമ്മുടെ പ്രഭുക്കന്മാർ, നമ്മുടെ രാജാക്കന്മാർ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ നമ്മളെ ഓർക്കുവാൻ ചില 5 വർഷം എടുക്കും, അല്ലേ? നമ്മളെ ഒന്ന് ഓർത്തെടുക്കണമെങ്കിൽ അവർ 5-ാം വർഷം നമ്മളെ ഓർത്തെടുക്കുന്ന 5-ാം വർഷം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. എന്തിനു വേണ്ടിയാ? വോട്ട് തേടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ മുറയിൽ നമ്മൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് പ്രതിഫലം വളരെ വേഗത്തിൽ തന്നെ ലഭിക്കാനിടയായി. അങ്ങനെ യോസെഫ് എന്ത് ചെയ്തു? ഞാൻ ആ സംഭവങ്ങളിലേക്ക് ഒന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോസെഫ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് രാജാവിന് അർത്ഥങ്ങളെല്ലാം പകർന്നു കൊടുത്ത് അവിടെ നിന്ന് താൻ രാജ്യത്തിന്റെ 2ാമനായിട്ട് മാറുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാലം യോസെഫ് ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നത് ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത അധികാരത്തിന് 2ാം സ്ഥാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഫറവോൻ പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ കൽപ്പിച്ചതിന് ശേഷം 2ാമതൊന്ന് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അത് യോസെഫ് ആയിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ന് കാലം നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് യോസെഫിനെ മാതൃകയാക്കണം. ചില വിഷയങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക്, ചില നമ്മുടെ പ്രത്യാശ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ, നമ്മുടെ തലമുറകളുടെ വിവാഹം ആയിക്കോട്ടെ, ഈ വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്ക് ലഭിക്കുന്ന മറുപടി ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ഉറക്കെ പറയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കാത്തിരിക്കുന്ന വലിയൊരു പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന് വേണ്ടി യാഗമറ്റെന്ന കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം മറിയമാർ സുഗന്ധവർഗവും പരിമളത്തൈലവുമായി തന്നെ അവർ കാത്തിരുന്നു. ഇതിനുവേണ്ടി 3-ാം ദിവസം അധികാരത്തെ എഴുന്നേറ്റ് അവർ കല്ലറയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവർ കണ്ടത്, നമ്മൾ പാടുന്ന പാട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലേരും ഒരുപോർ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മുടെ ഉന്നതനായ യേശു മഹേശ്വരൻ ആ കല്ലറ
തുറന്നിരിക്കുന്ന കാഴ്ച കാണുവാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മളെ പ്രത്യാശ കർത്താവിന്റെ വരവിലാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ക്ഷമയോടെ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന വലിയ മഹാ അത്ഭുതങ്ങളിലേക്ക് നമ്മുടെ ആരോഗ്യത്തോടും നമ്മുടെ ബലത്തോടുകൂടി ഭൂമിയിലായിരിക്കുന്നെങ്കിൽ ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശ, ആ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുടെ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൊണ്ടിരിക്കാനിടയായിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കപ്പെടാകട്ടെ. ആമേൻ. സമയം അനുവദിച്ചെന്ന സഭയോട്